Hi, welcome to Read With Me, the Hindu newspaper analysis, 24 June 2025. Iran launches missiles at US bases in Qatar, Iraq. ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ കീഴിൽ US-ഇറാൻ റിലേഷൻസ് എങ്ങനെയാണെന്ന് നോക്കാം. ട്രംപ് ഒരു മാക്സിമം പ്രഷർ ക്യാമ്പയിൻ ഇറാന് മേൽ ചുമത്തുന്നുണ്ട്. JCPO ജോയിൻറ്റ് കോംപ്രിഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ 2018 US വിത്ഡ്രോ ചെയ്തു. US-ൻ്റെ മിലിറ്ററി ഇൻവോൾവ്മെൻറ്റ്, ഡയറക്റ്റ് മിലിറ്ററി ഇൻവോൾവ്മെൻറ്റ് കാരണമാണ് ഈ റീസെൻറ്റ് എസ്കലേഷൻ നടക്കുന്നത്. ഇറാന് മേൽ 3 ന്യൂക്ലിയർ സൈറ്റ്സിൽ US സക്സസ്ഫുള്ളി 3 ന്യൂക്ലിയർ സൈറ്റ്സ് സ്ട്രക്ക് ചെയ്തു. ഫോർദോ, നതാൻസ്, ഇസഫാഹാൻ. ഇറാനിയൻ ന്യൂക്ലിയർ ഇൻഫ്രാസ്ട്രക്ചറിന് മേൽ പണ്ടൊന്നും കാണാത്ത ഒരു ഡയറക്റ്റ് US മിലിറ്ററി ആക്ഷനാണ് നമ്മളിപ്പോൾ വിറ്റ്നസ് ചെയ്തത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഇംപ്ലിക്കേഷൻസ്? 1, ഡിപ്ലോമാറ്റിക് ചാനൽസിൻ്റെ ബ്രേക്ക് ഡൗൺ. 2, മിഡിൽ ഈസ്റ്റിലെ കോൺഫ്ലിക്റ്റ് വീണ്ടും വൈഡറാകാനുള്ള റിസ്ക്. 3, ഗ്ലോബൽ ന്യൂക്ലിയർ നോൺ പ്രൊലിഫറേഷൻ റെജിമിന് ഇതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഇനി ഇന്ത്യയുടെ സ്ട്രാറ്റജിക് കൺസേൺസ് എന്തൊക്കെയാണ്? ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് ഇറാനിൽ. ചബഹാർ പോർട്ട് നമുക്കറിയാം, അത് നമ്മുടെ എനർജി ഇൻവെസ്റ്റ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യാം. അതുപോലെ സെക്യൂരിറ്റി ഏരിയയിൽ നോക്കുകയാണെങ്കിൽ ഓയിൽ സപ്ലൈസിൽ ഡിസ്ട്രപ്ഷൻ നടക്കുന്നുണ്ട്. ഈ വാറിൻ്റെ പേരിൽ സ്ട്രൈറ്റ് ഓഫ് ഹോർമുസും അതിൽ ഡിസ്ട്രപ്ഷൻ ഉണ്ടാകുന്നത് കാരണം റീജിയണൽ സ്റ്റെബിലിറ്റിയെയും ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇന്ത്യ സെൻട്രൽ ഏഷ്യയുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു പോളിസിയിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഇനി റീജിയണൽ പവേഴ്സിൻ്റെ റോൾ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഖത്തറിൻ്റെ പൊസിഷൻ നമുക്കറിയാം. ഇറാൻ ഖത്തറിൻ്റെ US ബേസിലാണ് സ്ട്രൈക്ക് നടത്തിയത്, മിസൈൽ സ്ട്രൈക്ക് നടത്തിയത്. അപ്പം ഇറാനും ഖത്തറും തമ്മിലുള്ള ഡിപ്ലോമാറ്റിക് ടൈസ് അതിലെന്തെങ്കിലും മാറ്റം സംഭവിക്കുമോ? അങ്ങനെ ചോദിച്ചാൽ ഇറാൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പബ്ലിഷ് ചെയ്തിരുന്നു. അതായത് ഇറാൻ്റെ നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ പറഞ്ഞത് ഇങ്ങനെ ഒരു ത്രെട്ട് അവരുടെ ബ്രദർലി നേഷനായിട്ടുള്ള ഖത്തറിനോ അവിടുത്തെ പീപ്പിളിനോ യാതൊരു തരത്തിലും ഒരു റിസ്ക് പോസ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഈ അറ്റാക്ക് നടന്ന സമയത്ത് എന്താണ്, എയർ സ്പേസ് ഒക്കെ താൽക്കാലികമായിട്ട് സസ്പെൻഡ് ചെയ്തിരുന്നു. ഇനി റഷ്യയുടെ റോൾ എന്താണ്? പുടിൻ ഇറാനിയൻ ഫോറിൻ മിനിസ്റ്ററുമായിട്ടുള്ള മീറ്റിംഗ്, അതുപോലെ US-ൻ്റെ സ്ട്രൈക്ക് അൺജസ്റ്റിഫൈഡ് ആണെന്ന് പറഞ്ഞുകൊണ്ട് US-ൻ്റെ സ്ട്രൈക്കിനെ കണ്ടം ചെയ്തു. സെക്യൂരിറ്റി ചാലഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ന്യൂക്ലിയർ പ്രൊലിഫറേഷൻ കൺസേൺസ് ഉണ്ട്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇറാൻ്റെ ന്യൂക്ലിയർ പ്രോഗ്രാം. ഇറാൻ അതിൻ്റെ എൻറിച്ച്മെൻറ്റ് ലെവൽ ഏകദേശം 60% എത്തിയിട്ടുണ്ട്, യുറേനിയം എൻറിച്ച്മെൻറ്റ്. അപ്പോൾ വെപ്പൺസ് ഗ്രേഡ് 90% ആയിട്ടുമുണ്ട്. ഇസ്രായേൽ അതോറിറ്റീസ് പറയുന്നത് ഏകദേശം 400 പീപ്പിളോളം കൊല്ലപ്പെട്ടു ഇസ്രായേലിൻ്റെ അറ്റാക്കിന് ശേഷം. കൂടുതലും സിവിലിയൻസിനാണ് അതിനെ അഫക്റ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ ഓവർസൈറ്റ് മെക്കാനിസം ഭീഷണിയിലാണ്. ഇത് കാരണം മിഡിൽ ഈസ്റ്റേൺ റീജിയൻ അവിടെയുള്ള ഒരു ന്യൂക്ലിയർ വെപ്പൺ റേസ് അതിൻ്റെ സാധ്യതയും പൊട്ടൻഷ്യലും കൂടുകയാണ്. അതുപോലെ ഇൻ്റർനാഷണൽ മോണിറ്ററിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ. നമ്മൾ പറഞ്ഞു ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി അതിൻ്റെ ഓവർസൈറ്റ് മെക്കാനിസം എത്രത്തോളം ഫലപ്രദമാണ് എന്നുള്ളത് ചോദ്യമാണ്. ഗ്ലോബൽ ന്യൂക്ലിയർ ഓർഡർ അതിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഇപ്പോഴത്തെ ഒരു യുദ്ധങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സൈബർ വാറാണ്, അതുപോലെ അസിമെട്രിക് വാർഫെയർ ആണ്. അതായത് ഇറാൻസ് പ്രോക്സി ഗ്രൂപ്പ്സിനെ ഉപയോഗിക്കുന്നുണ്ട്, റവല്യൂഷണറി ഗാർഡ്സ് പോലെയുള്ള. അതുപോലെ ഇസ്രായേൽ മിലിറ്ററി ലീഡർഷിപ്പിനെ എലിമിനേറ്റ് ചെയ്യുന്നതിലാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചറിൽ സൈബർ അറ്റാക്സ് നടത്തുന്നുണ്ട്. അങ്ങനെയുള്ള പല രീതിയിലുള്ള വാർഫെയർ. ഗ്ലോബൽ റിയാക്ഷൻ നോക്കുകയാണെങ്കിൽ യൂറോപ്യൻ യൂണിയൻ ഡി എസ്കലേഷന് വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ചൈന യൂണിലാറ്ററൽ മിലിറ്ററി ആക്ഷന് ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. അറബ് ലീഗുകൾ അവർ ഇറാൻ അറബ് ടെൻഷൻസിൽ ഒരു മിക്സ്ഡ് റിയാക്ഷൻസ് ആണ് നൽകുന്നത്. ഇന്ത്യ കൂടുതലായിട്ടും പറഞ്ഞിരിക്കുന്നത് ഒരു ഡിപ്ലോമാറ്റിക് റെസൊല്യൂഷന് വേണ്ടിയിട്ടാണ്, നമ്മുടെ എനർജി ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട്. ഈ 2025 ജൂണിലെ ഡെവലപ്മെൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇത് US-ൻ്റെ ഒരു ഡയറക്റ്റ് ഇൻവോൾവ്മെൻ്റ് ആണല്ലേ. ഇറാൻ ഇസ്രായേൽ വാറിൽ US ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇറാൻ റീറ്റാലിയേറ്റ് ചെയ്തിരിക്കുകയാണ്. 19 മിസൈൽസാണ് ഇറാനിൽ നിന്നും ഖത്തർ എയർബേസിലേക്ക് US-ൻ്റെ എയർബേസിലേക്ക് മിസൈൽസ് അയച്ചത്. ഖത്തറിലെ അൽ ഉദൈദ് എയർബേസിലേക്കാണ്. പക്ഷേ കാഷ്വാലിറ്റീസ് ഒന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഡിപ്ലോമാറ്റിക് വാർണിംഗ്സ് ഇറാനിയൻ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അറഗാച്ചി വാൺ ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും മിലിറ്ററി ആക്ഷൻ US-ൻ്റെ പേരിൽ നിന്ന് വരികയാണെങ്കിൽ അത് വാർ എസ്കലേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, അത് വളരെ ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യും എല്ലാവർക്കും എന്നും വാൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ന്യൂസ് ആർട്ടിക്കിളുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങൾ. നെക്സ്റ്റ് എഡിറ്റോറിയൽ പേജിലെ എഡിറ്റോറിയലാണ് മെനി ഇമേജസ്. ഗവർണേഴ്സ് ഷുഡ് നോട്ട് പ്ലേ അപ്പ് ഡിവൈസീവ് ഇമേജസ് ഇൻ ഒഫീഷ്യൽ ഫങ്ഷൻസ്. ഗവർണറും സ്റ്റേറ്റ് ഗവൺമെൻറ്റും തമ്മിലുള്ള റിലേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ
ആദ്യം തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് നോക്കാം. ഗവർണർ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡാണ്, എന്നാൽ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ന് പറയുന്നത് ഒരു എക്സിക്യൂട്ടീവ് അതോറിറ്റിയാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി ഡോക്ട്രൈനിൽ പറയുന്നത് എന്താണ്? ഒരു നോൺ പാർട്ടിസൺ അപ്രോച്ച് ആവശ്യമാണ് എന്നുള്ളതാണ്. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അതുപോലെ കേരളത്തിലെ റൂളിംഗ് LDF ഗവൺമെൻറ്റും തമ്മിലുള്ള ഫ്രജൈൽ റിലേഷൻഷിപ്പ് പല കോൺട്രോവേഴ്സീസിലേക്കും നയിക്കുകയാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഗവർണേഴ്സ് ഓഫീസ് തമ്മിലുള്ള ഒരു ടസൽ. രണ്ട് പാർട്ടീസും അങ്ങോട്ടും ഇങ്ങോട്ടും അക്യൂസ് ചെയ്യുന്നുണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊപ്രൈറ്റിയെക്കുറിച്ചും ഐഡിയോളജിക്കൽ ഇമ്പോസിഷനെക്കുറിച്ചും. ഇത് കേരളത്തിലെ മാത്രം പ്രത്യേകതയല്ല എന്ന് നമുക്കറിയാം. ഒപ്പോസിഷൻ ലെഡ് ഗവൺമെൻറ് റൂൾ ചെയ്യുന്ന പല സ്റ്റേറ്റിലെ അവസ്ഥ ഇത് തന്നെയാണ്. വെസ്റ്റ് ബംഗാളിൻ്റെ കാര്യം എടുത്ത് നോക്കിയാലും, തമിഴ്നാടുവിലെ കാര്യം എടുത്ത് നോക്കിയാലും, ഡൽഹിയിലെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും സിമിലർ കോൺഫ്ലിക്ട്സ് നമുക്ക് വ്യക്തമാണ്. ഫെഡറലിസവും സെൻട്രൽ സ്റ്റേറ്റ് റിലേഷനും. ഇവിടുത്തെ പൊളിറ്റിക്കൽ ഡൈനാമിക്സ് നോക്കിക്കഴിഞ്ഞാൽ റൂളിംഗ് LDFും ഒപ്പോസിഷൻ UDFും ഗവർണറിനെ ഒരുപോലെ അക്യൂസ് ചെയ്യുന്നുണ്ട്. ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഓഫീസിൻ്റെ ഹെഡായിട്ടിരുന്നു കൊണ്ട് തന്നെ പൊളിറ്റിക്കലി ന്യൂട്രൽ സ്റ്റാൻഡ് എടുക്കേണ്ട ഒരാൾ റിലീജിയസ് പൊളിറ്റിക്കൽ ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് തന്നെ ഏതൊക്കെയോ സിംബൽസ് പ്രൊമോട്ട് ചെയ്യുന്നു എന്നാണ് അക്യൂസ് ചെയ്യപ്പെടുന്നത്. ഗവർണറിൻ്റെ ഈ സ്റ്റാൻസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് BJP രംഗത്തെത്തുന്നതും ഇത് ഫെഡറൽ ബാലൻസിനെ എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ് കാര്യങ്ങൾ. പ്രോട്ടോകോൾ ഇഷ്യൂ ഉണ്ട്. മിനിസ്റ്ററുടെ വോക്കൗട്ട് പ്രതിഷേധം ഒരു പ്രോട്ടോകോൾ വയലേഷനായിട്ടാണ് രാജ്ഭവൻ പറഞ്ഞിരിക്കുന്നത്. ഒരു സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് അവാർഡ് സെറമണിയിൽ വെച്ചിട്ട് മിനിസ്റ്റർ ശിവൻകുട്ടി ഡയസിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇതാണ് പ്രോട്ടോകോൾ വയലേഷന് ബാധകമായിട്ടുള്ള ഒരു കാര്യം. ഇനി സെക്യുലർ കൾച്ചറൽ നാഷണലിസം ഡിബേറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് ഡയമെൻഷൻസ് കാണാൻ പറ്റും. നാഷണൽ സിംബൽസിനെ സെക്യുലർലി ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു. റീജിയണൽ നാഷണൽ ഐഡൻറ്റിറ്റി അസേർഷൻസ്, അതുപോലെ ലെഫ്റ്റ് വിങ് റൈറ്റ് വിങ് പെർസ്പെക്റ്റീവ്സ്, പാട്രിയോട്ടിസത്തിന് മേലുള്ള പെർസ്പെക്റ്റീവ്സ്, അതുപോലെ കൾച്ചറൽ റിലീജിയസ് നാഷണലിസം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഡീപ്പർ ടെൻഷൻസിനെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഇവിടെ മെൻഷൻ ചെയ്യുന്ന ഈ ഭാരത് മാതാ കോൺട്രവേഴ്സി അതിനൊരു ഹിസ്റ്ററിക്കൽ കോണ്ടെക്സ്റ്റ് കൂടിയുണ്ട്. അതായത് 19ാമത്തെ നൂറ്റാണ്ടിൽ 1882 ബങ്കിം ചന്ദ്ര ചത്തോപാധ്യായ് ആനന്ദ് മത് എന്ന് പറയുന്ന ഒരു ബുക്ക് എഴുതുകയാണ്. അത് ഭാരത് മാതയെക്കുറിച്ചുള്ള ഫസ്റ്റ് ലിറ്റററി ഒരു പേഴ്സണിഫിക്കേഷനാണ്. ഈ നോവലിൽ നിന്നുമാണ് വന്ദേ മാതരം എന്ന് പറയുന്ന സോങ് വരെ ഒറിജിനേറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ അവനീന്ദ്രനാഥ് ടാഗോറും ഭാരത് മാതയെ ഒരു 4 കൈകളുള്ള ഒരു ഗോഡസ് ആയിട്ട് വർണ്ണിക്കുന്നുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ മോഡേൺ പൊളിറ്റിക്സ് നോക്കുകയാണെങ്കിൽ RSS സ്പെസിഫിക് ഐക്കൺസിനെ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ സാഫ്രോൺ ഫ്ലാഗിൻ്റെ കാര്യത്തിലുള്ള കോൺട്രോവേഴ്സീസ്, പല ആർട്ടിസ്റ്റിക് ഇൻ്റർപ്രിട്ടേഷനിലുള്ള ഡിഫറൻസ്, അമൃത ഷേർഗിൽ, MF ഹുസൈൻ എന്നിവരെയൊക്കെ എക്സാമ്പിളായിട്ട് പറയാം. നമ്മുടെ ഇവിടെ പറയുന്ന ഈ കോൺട്രോവേഴ്സി, ഭാരത് മാതാ കോൺട്രോവേഴ്സി, മദർ ഇന്ത്യക്ക് നമുക്കൊരു സ്റ്റാൻഡേർഡ് ഡെപിക്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ കോൺട്രോവേഴ്സി നമുക്ക് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ ഗവർണേഴ്സ് ഇതുപോലുള്ള കോൺട്രോവേഴ്സീസിൽ ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം. നെക്സ്റ്റ് ന്യൂസ് ആർട്ടിക്കിൾ, ഇറാൻ സെൻഡ് പ്രോഗ്രാം ദ ഇല്യൂഷൻ ഓഫ് എ സർജിക്കൽ സ്ട്രൈക്ക്. ഇറാൻ്റെ അണ്ടർഗ്രൗണ്ട് ഇൻഫ്രാസ്ട്രക്ചർ നതാൻസിലും ഫൊർദോയിലുമുള്ള ഫെസിലിറ്റീസ് 10 മുതൽ 100 മീറ്റർ അണ്ടർഗ്രൗണ്ടിലാണുള്ളത്. അത് കോൺക്രീറ്റ് കൊണ്ടാണ് പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മിലിറ്ററി ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു മിലിറ്ററി സ്ട്രൈക്സ് വന്നു കഴിഞ്ഞാലും അതിനെയൊക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനായിട്ടുള്ളൊരു ഫെസിലിറ്റീസ് ആയിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടുത്തെ ടെക്നിക്കൽ കേപ്പബിലിറ്റീസ് നോക്കുകയാണെങ്കിൽ യുറാനിയം എൻറിച്ച്മെൻറ്റ് 60%, വെപ്പൺസ് ഗ്രേഡ് 90% ഉണ്ട്. കൂടാതെ അഡ്വാൻസ്ഡ് സെൻട്രിഫ്യൂജസും മിസൈൽ ഡെലിവറി സിസ്റ്റംസും ഉണ്ട്. ബങ്കർ ബസ്റ്റിംഗ് റെസിസ്റ്റൻറ്റ് ഫെസിലിറ്റീസും ഈ അണ്ടർഗ്രൗണ്ട് ഇൻഫ്രാസ്ട്രക്ചറിന് ഉണ്ട്. ഇനി ഇസ്രായേൽ സ്ട്രൈക്ക് നടത്തിയപ്പോഴത്തേക്ക്, മിസൈൽ ആക്രമണം നടത്തിയപ്പോൾ ഇറാന് മേലെ ഇസ്രായേലിന് കുറച്ച് ചാലഞ്ചസ് ഉണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അതായത് അവരുടെ കൺവെൻഷണൽ വെപ്പൺസ് ഡീപ്പ് അണ്ടർഗ്രൗണ്ട് ഫെസിലിറ്റീസിനെ തകർക്കുക എന്നുള്ളത് ആ കാര്യത്തിൽ ഇൻസഫിഷ്യൻ്റ് ആയിരുന്നു ഇസ്രായേലിൻ്റെ വെപ്പൺസ്. പക്ഷേ US അത് കേപ്പബിളാണ്. US പക്കൽ ബങ്കർ ബസ്റ്റിംഗ് മ്യൂണീഷ്യൻസ് തന്നെയുണ്ട്. GBU 57 MOP എന്നീ നാമത്തിലുള്ള ബങ്കർ ബസ്റ്റിംഗ് മ്യൂണീഷ്യൻസ്. പക്ഷെ അതിൻ്റെ ഡിപ്ലോയ്മെൻറ്റ് വളരെ ഈസിയൊന്നുമല്ല, കുറച്ച് കോംപ്ലക്സ് തന്നെയാണ്. ഇപ്പോൾ നടന്ന ഈ ഒരു സ്ട്രൈക്ക് മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റിനെ വീണ്ടും കൂടുതൽ വൈഡൻ ചെയ്യുമോ എന്നുള്ളൊരു റിസ്ക്, അല്ലെങ്കിൽ ഈ വാറിനെ ഒരു റീജിയണൽ ഇൻസ്റ്റബിലിറ്റീനെ എസ്കലേറ്റ് ചെയ്യുമോ എന്നുള്ളൊരു ടെൻഷനും പേടിയൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഡിപ്ലോമാറ്റിക് റിയാലിറ്റി എന്താണെന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ JCPOA, അതായത് ജോയിൻറ്റ് കോംപ്രിഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ 2015
ഈ ഡീലിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇൻ്റർനാഷണൽ ഇൻസ്പെക്ഷൻസ് ഒക്കെ കുറച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇറാൻ എന്താണ് ചെയ്തത്? ഇറാൻ അതുമായിട്ട് ആ ഡീലിന് നിൽക്കാതെ അവരുടെ യുറാനിയം സ്റ്റോക്ക് പെയിൽ അവർ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. JCPOAയിൽ പറയുന്ന ലിമിറ്റ്സിന് അതീതമായിട്ട് അവർ അവരുടെ യുറാനിയം എൻറിച്ച്മെൻറ്റ് നടത്തുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെ കാണുന്ന ഡിപ്ലോമാറ്റിക് റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗോഷിയേഷനിൽ ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്. ഇറാൻ്റെ പൊസിഷൻ അത് വളരെ ഉയരത്തിലാണ്. മുമ്പുണ്ടായിട്ടുള്ള ഡിപ്ലോമാറ്റിക് എഫേർട്സ് കൊണ്ടും അത് അവരുടെ പൊസിഷനിൽ നിന്നും അവർ പിന്നോട്ട് മാറാനായിട്ട് അവർ തയ്യാറായിട്ടില്ല. അതാണ് യാഥാർത്ഥ്യം. നെക്സ്റ്റ് ആർട്ടിക്കിൾ, ദ സോറി സ്റ്റേറ്റ് ഓഫ് സൗത്ത് ഏഷ്യൻ ഇക്കണോമിക് ഇൻ്റഗ്രേഷൻ. സൗത്ത് ഏഷ്യയിൽ നമുക്കൊരു റീജിയണൽ കോർപ്പറേഷൻ ഉണ്ട്, സാർക്ക് എന്ന പേരിൽ. സാർക്ക് എന്ന കോർപ്പറേഷൻ്റെ ടോട്ടൽ ഇൻ്റർനാഷണൽ ട്രേഡ് മറ്റ് റീജിയൻസുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വെറും 5% മാത്രമേ വരുന്നുള്ളൂ. അതായത് മറ്റ് റീജിയൻസ് എന്ന് പറയുമ്പോൾ യൂറോപ്യൻ യൂണിയൻ ഒന്നാമത്. യൂറോപ്യൻ യൂണിയനിൽ മാത്രം ഇൻട്രാ റീജിയണൽ ട്രേഡ് നടക്കുന്നത് 22%. ASEAൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇൻട്രാ റീജിയണൽ ട്രേഡ് 25%, നാഫ്ത റീജിയനിലാണെങ്കിൽ 76% ടോട്ടൽ ട്രേഡ് നടക്കുന്നുണ്ട്. ഇനി വോളിയം നോക്കുകയാണെങ്കിൽ സാർക്കിന് $67 ബില്യൺ പൊട്ടൻഷ്യലുള്ള ട്രേഡ്, ടോട്ടൽ വോളിയം ട്രേഡിൽ പൊട്ടൻഷ്യൽ ഉള്ളത് വെറും $23 ബില്യൺ മാത്രമാണ് സാർക്ക് ട്രേഡ് നടത്തുന്നത്. അപ്പോൾ ഇപ്പോഴും അൺടാപ്പ് ചെയ്യപ്പെടാത്ത ഒരു പൊട്ടൻഷ്യൽ, വലിയൊരു ഹ്യൂജ് പൊട്ടൻഷ്യൽ സാർക്കിനുണ്ട്. യുനെസ്കാപ്പിൻ്റെ എസ്റ്റിമേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ സൗത്ത് ഏഷ്യൻ ട്രേഡ് പൊട്ടൻഷ്യൽ 2020 ആകുമ്പോഴത്തേക്കും $172 ബില്യൺ എത്തും എന്നാണ് കണക്ക്. പക്ഷേ ഇപ്പോഴത്തെ റിയാലിറ്റി, കറണ്ട് യൂട്ടിലൈസേഷൻ എത്രയാണെന്ന് നോക്കിയാൽ വെറും ട്രേഡിൻ്റെ 36% മാത്രമേ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുള്ളൂ. rather than using the word exploit, we can use utilization. ഇനി ഇന്ത്യ പാകിസ്ഥാൻ ബയലാട്രൽ ട്രേഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 2024 ആയപ്പോഴത്തേക്കും $1.2 ബില്യൺ ട്രേഡാണ് നമ്മൾ നടത്തുന്നത്. ഇത് 2018 കണക്ക് നോക്കുകയാണെങ്കിൽ $2.4 ബില്യൺ ആയിരുന്നു. അപ്പോൾ ട്രേഡ് പാകിസ്ഥാനുമായിട്ടുള്ളത് ഡിക്ലൈൻ ചെയ്യുകയാണ് ചെയ്തത്. ഇനി ഇന്ത്യയിലേക്ക് വരുന്ന പാകിസ്ഥാനി എക്സ്പോർട്സ്, അതിൻ്റെ കണക്ക് നോക്കുകയാണെങ്കിലും 2019 $547 മില്യൺ ഉണ്ടായിരുന്നത് 2024 ആയപ്പം $4,80,000 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇതിന് റീസണായിട്ട് എന്താണ് സ്ട്രക്ചറൽ ബാരിയേഴ്സ് എന്ന് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്ട്സ് ഉണ്ട്, ബോർഡർ ഡിസ്പ്യൂട്ട്സ് ഉണ്ട്, ടെററിസം, അങ്ങനെയുള്ള പൊളിറ്റിക്കൽ ടെൻഷൻസ് ഉണ്ട്. ഇനി ട്രേഡിൽ എന്താണ് ബാരിയേഴ്സ് എന്ന് നോക്കി കഴിഞ്ഞാൽ ടാരിഫ്സ്, അത് വളരെ കൂടുതലായിട്ടുള്ള കാര്യം. പിന്നെ നോൺ ടാരിഫ് ബാരിയേഴ്സ് ഉണ്ട്. ട്രേഡ് മെക്കാനിസം ഇൻഎഫിഷ്യൻ്റ് ആണ്. കണക്ടിവിറ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ കണക്ടിവിറ്റിയിൽ ഡെഫിസിറ്റ് ഉണ്ട്. ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ വളരെ മോശമാണ്. ട്രേഡ് റൂട്ട്സ് ലിമിറ്റഡ് ആണ്. മറ്റൊരു കാര്യം ട്രസ്റ്റ് ഡെഫിസിറ്റ് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. റീജിയണൽ കോൺഫ്ലിക്ട്സ് കാരണം ഇക്കണോമിക് കോപ്പറേഷൻ നല്ല ഇഫക്റ്റീവായിട്ട് നടക്കുന്നതിൽ നിന്നും അതിനെ തടസ്സപ്പെടുത്തുന്നുണ്ട്. അതുകൂടാതെ ജിയോഗ്രാഫിക് ചാലഞ്ചസും നമ്മൾ നേരിടുന്നുണ്ട്. ഇനി ഇക്കണോമിയും സെക്യൂരിറ്റിയും തമ്മിലുള്ളൊരു ബന്ധം നോക്കുകയാണെങ്കിൽ ബോർഡർ ഡിസ്പ്യൂട്ട്സ് കാരണം ട്രേഡിനെയും ഇൻവെസ്റ്റ്മെൻറ്റിനെയും നെഗറ്റീവായിട്ട് ബാധിക്കാം. റീജിയണൽ കോൺഫ്ലിക്ട്സ് നമ്മുടെ എക്കണോമിക് പൊട്ടൻഷ്യൽ ഫുള്ളായിട്ട് അച്ചീവ് ചെയ്യുന്നതിൽ നിന്ന് നമ്മളെ തടയാം. ഇതൊക്കെയാണ് എഡിറ്റോറിയൽ പേജിലെ ന്യൂസ് ആർട്ടിക്കിൾസ്. താങ്ക് യു ഫോർ വാച്ചിങ്.